ഒരേ കുടുംബത്തിലെ 6 പേരുടെ ഞെട്ടിക്കുന്ന മരണങ്ങളും അതിനു പിന്നിലെ സ്ത്രീയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ആസ്പദമാക്കി ഇന്ത്യ ടുഡേ നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽസ് ഒരുക്കുന്ന കറി ആൻഡ് സയനൈഡ് ദ ജോളി ജോസഫ് എന്ന ഡോക്യുമെന്ററിയുടെ ട്രെയിലർ റിലീസ് ചെയ്തു. ഇന്ത്യ ടുഡേ ഒറിജിനൽസ് നിർമ്മിച്ച പരമ്പര ഡിസംബർ 22 മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യും. പൊന്നാമറ്റത്തെ സ്വത്ത് തട്ടിയെടുക്കാൻ റോയ് തോമസിന്റെ ഭാര്യയായിരുന്ന ജോളി വ്യാജ ഒസ്യത്ത് തയ്യാറാക്കിയതിനെതിരെയുള്ള രഹസ്യ അന്വേഷണത്തിലാണ് കൂടത്തായിയിലെ കൂട്ടക്കൊലപാതക വിവരം പുറത്തുവരുന്നത്. അന്നമ്മ തോമസ്, ടോം തോമസ്, റോയ് തോമസ്, മഞ്ചാടിയിൽ മാത്യു, സിലിയുടെ മകൾ 2.5 വയസ്സുകാരി ആൽഫൈൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 2019 ഒക്ടോബർ 5-നായിരുന്നു മുഖ്യപ്രതി ജോളി അറസ്റ്റിലായത്. 2002 ആട്ടിൻ സൂപ്പ് കഴിച്ച അന്നമ്മ തോമസ് കുഴഞ്ഞു വീണു മരിക്കുകയായിരുന്നു. 6 വർഷത്തിനു ശേഷം അന്നമ്മയുടെ ഭർത്താവ് ടോം തോമസും അത് കഴിഞ്ഞ് 3 വർഷത്തിനു ശേഷം ഇവരുടെ മകൻ റോയ് തോമസും മരണപ്പെട്ടു. 4ാമത്തെ മരണം അന്നമ്മ തോമസിന്റെ സഹോദരൻ MM മാത്യുവിൻ്റെതായിരുന്നു. തൊട്ടടുത്ത മാസം ജോളിയുടെ 2ാം ഭർത്താവ് ഷാജുവിന്റെ 1 വയസ്സുള്ള മകൾ ആൽഫൈനും മരണപ്പെട്ടു. 2016 ഷാജുവിന്റെ ഭാര്യ സിലിയും മരിക്കുകയായിരുന്നു. ഇതിൽ റോയ് തോമസിന്റെ മരണമാണ് സംശയത്തിനിടയാക്കിയതും അന്വേഷണത്തിലേക്ക് എത്തിച്ചതും. റോയ് തോമസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയെങ്കിലും ആത്മഹത്യയാണെന്നതായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ റോയിയുടെ സഹോദരൻ റോജോ തോമസ് വടകര റൂറൽ SP-ക്ക് വ്യാജ ഒസ്യത്തുമായി ബന്ധപ്പെട്ട പരാതി കൈമാറിയിരുന്നു. റൂറൽ SP KG സൈമണിന്റെ നേതൃത്വത്തിൽ 3 മാസമായി നടന്ന അന്വേഷണത്തിനൊടുവിൽ കല്ലറകൾ തുറന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കുകയായിരുന്നു. പിന്നീട് 6 മരണവും കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ.